വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. ഇപ്പൊ 400 രൂപ വെളിച്ചെണ്ണ വിലയാണ്. ഇതാകുമ്പോൾ 180 രൂപയുള്ളൂ. നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും, വാങ്ങിക്കുകയും ചെയ്യും ആൾക്കാർ. വെളിച്ചെണ്ണയുടെ വില തിളച്ചു പൊങ്ങുക തന്നെയാണ്. ലിറ്ററിന് ഇപ്പോൾ 400 രൂപ കടന്നിരിക്കുകയാണ്. 500 കടക്കുമെന്നാണ് പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സെയിൽസിനെ, കച്ചവടത്തിനെ എല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചിപ്സ് കടയുടെ ഫ്രണ്ടിലാണ്. ആ ചിപ്സ് കടയെ എത്രത്തോളം വെളിച്ചെണ്ണയുടെ വില ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ചിപ്സ് എങ്ങനെയുണ്ട് സെയിൽ? സെയിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അന്നൊന്നും നല്ല സെയിലുണ്ട്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ നമുക്ക് മുതലാവില്ല, ആരും മാറ്റിയില്ല. ഇപ്പൊ 400 രൂപ വെളിച്ചെണ്ണ വിലയാണ്. ഇതാകുമ്പോൾ 180 രൂപയുള്ളൂ. നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും, വാങ്ങിക്കുകയും ചെയ്യും ആൾക്കാർ. വെളിച്ചെണ്ണയുടെ വില ചെയ്യാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. കായും ഇപ്പൊ വില കയറിക്കൊണ്ടിരിക്കുക. ഓണം വരെയല്ലേ, കായും വില കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ വിൽക്കുന്നത് നേരത്തെ 400 ആയിരുന്നു, ഇപ്പൊ 360 ആണ്. മറ്റേ വെളിച്ചെണ്ണ 400 ആയിരുന്നു, ഇപ്പൊ ഇതായിട്ട് 360 കൊടുക്കുന്നത്. ടേസ്റ്റ് നമ്മൾ കഴിച്ചു നോക്കിയാൽ നമ്മൾ വെളിച്ചെണ്ണ പറയും ആൾക്കാരുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം, പേടിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ സാധനം കഴിച്ചു നോക്കിയിട്ട് പോകണം. നല്ല ടേസ്റ്റ്, നൈസായിരിക്കും, കട്ടി കാണും. വളരെ നല്ല ചിപ്സാണ്. എന്തായാലും വരും ദിനങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇത് കച്ചവടക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ അത് കാണാം, വില എങ്ങനെയൊക്കെ പോകുമെന്നുള്ളത്. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.